ആദ്യ ഉപാധി മുന്നോട്ട് വെച്ച ഇറാൻ പരമോന്നത നേതാവ്. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആദ്യ ഉപാധി ലെബനിൽ നിന്നുള്ള ഇസ്രായേൽ പിന്മാറ്റമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി. സംഘർഷത്തിൽ നിന്നുള്ള താൽക്കാലിക ഇടവേളയിൽ ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് പരമോന്നത നേതാവ് നൽകിയിരിക്കുന്നത്. ലെബനിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറാതെ ചർച്ചകൾ നടക്കില്ലെന്നു കൂടിയാണ് മുജ്തബയുടെ പുതിയ സന്ദേശം. അമേരിക്കയുമായി കരാറിലെത്തുന്നുണ്ടെങ്കിൽ ഇതിനു ശേഷം മാത്രമായിരിക്കുമെന്നു കൂടിയാണ് പരമോന്നത നേതാവ് ഉറപ്പിക്കുന്നത്. അതേസമയം ഇറാനെ മറികടന്ന് ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച 6 കപ്പലുകളിൽ ഒന്ന് മൈനിൽ തട്ടി അപകടത്തിൽപ്പെട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. ഹോർമൂസ് കടക്കാൻ 6 കപ്പലുകൾ അമേരിക്കൻ സഹായത്തോടെ ശ്രമിച്ചെന്നും അതിലൊന്ന് കടലിലെ മൈനിൽ തട്ടി തകർന്നുവെന്നുമാണ് പുതുതായി ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. വിരമിക്കൽ പ്രഖ്യാപിച്ച് ലോകകപ്പ് ഫൈനൽ നിയന്ത്രിച്ച സ്ലോവേനിയൻ റഫറി സ്ലാവ്കോ വിൻസിച്ച്. ലോകകപ്പ് ഫൈനലിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച് സ്ലോവേനിയൻ റഫറി സ്ലാവ്കോ വിൻസിച്ച്. ലോകകപ്പ് ഫൈനൽ നിയന്ത്രിച്ച വിൻസിച്ച് ടൂർണമെന്റ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത്. സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള ലോകകപ്പ് ഫൈനൽ വിൻസിച്ച് ആയിരുന്നു നിയന്ത്രിച്ചിരുന്നത്. മത്സരത്തിൽ എതിരില്ലാതെ 1 ഗോളിന് അർജന്റീനയെ കീഴടക്കി സ്പെയിൻ ലോക ചാമ്പ്യന്മാരായി. റഫറിയിങ് കരിയറിന് വിൻസിച്ച് വിരാമമിടുന്നതായി സ്ലോവേനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. ലോകകപ്പ് ഫൈനൽ ഉൾപ്പെടെ കരിയറിൽ ഒട്ടേറെ ടൂർണമെന്റുകൾ വിൻസിച്ച് നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ആദ്യ സിറ്റിംഗ് മാറ്റി. ഏറെ പ്രതിഷേധങ്ങൾക്കും CJPയുടെ രാജ്യവ്യാപക സമരത്തിനുമൊടുവിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കാനായി സ്ഥാപിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ആദ്യ സിറ്റിംഗ് മാറ്റിവെച്ചു. CBI അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കേണ്ടി വന്നത്. നീറ്റുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് വേണ്ടി ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി സജ്ജീകരിച്ചിരുന്നത്. കേസുകൾ വേഗത്തിൽ തീർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രഖ്യാപിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 13 പ്രതികളിൽ ഉൾപ്പെട്ട 2 പ്രതികളുടെ ജാമ്യാപേക്ഷയായിരുന്നു ഇന്ന് കോടതി പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ CBI അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കേസ് മാറ്റിവെക്കുകയായിരുന്നു. അടുത്ത ഹിയറിംഗ് ഓഗസ്റ്റ് 3 നടക്കും. കേസ് മാറ്റിവെക്കേണ്ടി വന്നതിൽ ജസ്റ്റിസ് അനു ഗ്രോവർ ബലിക അതൃപ്തി പ്രകടിപ്പിച്ചു. ഹൈക്കോടതിയെ സമീപിച്ച നിതിൻ ഗഡ്കരി. E20 എത്തനോൾ പദ്ധതിയിൽ നിന്ന് തനിക്കും കുടുംബത്തിനും സാമ്പത്തിക ലാഭമുണ്ടായെന്ന തരത്തിൽ അപകീർത്തികരമായ പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടിയുമായി നിതിൻ ഗഡ്കരി. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾക്കും ഡീപ് ഫേക്ക് ഉള്ളടക്കത്തിനുമെതിരെ നിതിൻ ഗഡ്കരി മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചു. അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ സംബന്ധിച്ച മെറ്റ, മറ്റ് സമൂഹ മാധ്യമങ്ങൾ, തിരിച്ചറിയാത്ത വ്യക്തികൾ എന്നിവർക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ ഹൈക്കോടതി ഗഡ്കരിക്ക് അനുമതി നൽകി. എഥനോൾ സംബന്ധിച്ച നയം നടപ്പാക്കുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന്റെ കീഴിലാണെന്നും അതുമായി തനിക്കോ കുടുംബത്തിനോ ബന്ധമില്ലെന്നും ഗഡ്കരി ഹർജിയിൽ വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് അഭയ് അഹൂജ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സ്കൂളുകളിൽ സൗജന്യ K-ഫോൺ സേവനം നിർത്തലാക്കിയ തീരുമാനം തിരുത്താനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളിൽ K-ഫോൺ വഴിയുള്ള സൗജന്യ ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കിയ നടപടിയിൽ തീരുമാനം തിരുത്താനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. സൗജന്യ ഇന്റർനെറ്റ് സേവനം തുടരാൻ ബദൽ മാർഗം തേടാനാണ് നീക്കം. വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തും. സ്കൂളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന പരാതിക്ക് പിന്നാലെയാണ് നടപടി. ഇനി മുതൽ K-ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് സേവനത്തിന് സ്കൂളുകൾ പണമടയ്ക്കണം എന്നായിരുന്നു അറിയിപ്പ്. ഇനി ബില്ല് അടക്കുന്നവർക്ക് മാത്രം ഇന്റർനെറ്റ് സേവനം നൽകിയാൽ മതിയെന്ന് K-ഫോൺ തീരുമാനമെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച K-ഫോൺ ഇമെയിൽ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിരുന്നു. സംസ്ഥാനത്തെ 6000 സ്കൂളുകൾക്കാണ് K-ഫോൺ സേവനം നൽകുന്നത്. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊയിലാണ്ടി നടേരി സ്വദേശിയായ ബിജു ആണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചികിത്സയിലായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ബിജു. രോഗത്തിന്റെ ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല. ബിജു അടുത്തിടെ വീട് വിട്ട് പുറത്തെവിടെയെങ്കിലും പോയതായോ ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായോ വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രദേശത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു. MDMA കേസിൽ അറസ്റ്റിലായ രണ്ടാമത്തെ അധ്യാപികയെയും സർവീസിൽ നിന്ന് പുറത്താക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്.
കോഴിക്കോട് വടകരയിലെ MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരിൽ രണ്ടാമത്തെ ആളായ പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയെയും വിദ്യാഭ്യാസ വകുപ്പ് സർവീസിൽ നിന്ന് പുറത്താക്കി. കൂരാച്ചുണ്ട് സ്വദേശിയായ കാവ്യക്കെതിരെ കേസുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ കേസിൽ അറസ്റ്റിലായ പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപിക കീർത്തനയെ വകുപ്പ് പിരിച്ചുവിട്ടിരുന്നു. ഇതോടെ കേസിൽ ഉൾപ്പെട്ട ഇരുവരും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് പുറത്തായി. കഴിഞ്ഞ മാസം 28-ന് വടകര സ്വദേശിയെ MDMAയുമായി പിടികൂടിയതോടെയാണ് അധ്യാപകരെ ഇടനിലക്കാരാക്കി നടത്തി വന്നിരുന്ന ലഹരി ശൃംഖലയുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാവ്യയിലേക്കും കീർത്തനയിലേക്കും പോലീസ് എത്തിയത്. ലഹരി മരുന്ന് വാങ്ങുന്നവർ പണം കാവ്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അയച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പണം ലഭിച്ചതിനു ശേഷം നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയാൽ മറ്റൊരാൾ എത്തി MDMA കൈമാറുന്നതായിരുന്നു സംഘത്തിന്റെ പ്രവർത്തന രീതി. അടിമാലിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഓണത്തിന് മുമ്പ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. അടിമാലി ലക്ഷം വീട് നഗർ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. 10 ലക്ഷം രൂപ വീതം ഓണത്തിന് മുൻപായി നൽകും. മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൂർണ്ണമായും തകർന്ന 9 വീടുകൾ ഉൾപ്പെടെ 26 വീടുകളാണ് വാസയോഗ്യമല്ലാതായത്. ഇതിൽ 9 കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ 10 ലക്ഷം രൂപ അനുവദിച്ചത്. 17 വീടുകൾ തകർന്നിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിലും മലയിടിഞ്ഞ് ഈ വീടുകൾക്ക് മുകളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇവിടെ താമസിക്കാൻ കഴിയില്ല. എല്ലാവരെയും വാടക വീടുകളിലേക്കും മാറ്റി. പിന്നെ ഒരു നടപടിയുമില്ല. 4 മാസത്തോളം ജില്ലാ ഭരണകൂടം വാടകയും നൽകിയില്ല. തുടർന്ന് ഇവർ സമരം ചെയ്യാൻ നിർബന്ധിതരാകുകയായിരുന്നു. ജൂൺ 25-നാണ് സമരം തുടങ്ങിയത്. ഓണത്തോടനുബന്ധിച്ച് AAY വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10-ന് ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25-നകം വിതരണം പൂർത്തിയാക്കും. 2026 ജൂണിലെ കണക്ക് പ്രകാരം ആകെ 6,09,305 കിറ്റുകളാണ് വേണ്ടത്. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റ് ഒന്നിന് ഉദ്ദേശം 854 രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. പ്രിയദർശിനിയിൽ നിന്നും തെറിച്ചു വീണ് വിദ്യാർത്ഥിനിക്ക് പരുക്ക്. KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ വിദ്യാർത്ഥിനിക്ക് പരുക്ക്. കക്കട്ടിൽ മണിയൂർ താഴെ സ്വദേശിനി വൈഗയ്ക്കാണ് പരിക്കേറ്റത്. ബസിന്റെ സ്റ്റെപ്പിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. കുട്ടിയെ കക്കട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാദാപുരം TIM ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിനിയാണ് വൈഗ. തലയ്ക്കും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രിയദർശിനി ബസ്സിലാണ് അപകടം നടന്നത്. ബസ്സിൽ നിറയെ യാത്രക്കാരായിരുന്നു. തിരക്ക് കാരണം വാതിൽ കൃത്യമായി അടക്കാൻ സാധിച്ചിരുന്നില്ല. ഓടുന്നതിനിടെ ഡോർ തുറന്ന വിദ്യാർത്ഥിനി തെറിച്ചു വീഴുകയായിരുന്നു.